അങ്ങനെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിപ്പ് ലൈനിനും ബഗ്ഗി ജമ്പിനൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി. ഈ വണ്ടിയിൽ പോയിട്ട് അറ്റത്തുനിന്ന് കേബിൾ കാറിലാണ് മലയിലേക്ക് കയറി പോണത്. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യനെ അപേക്ഷിച്ച് കുറവാണ് എങ്കിലും അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് വേറെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാം അവിടെ. അങ്ങനെ നമ്മൾ മഹേന്ദ്ര കേവ് എന്ന് പറഞ്ഞൊരു കേവിലേക്കാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ടും വരാം. ഇതാണ് ഫ്രണ്ട്സ് കേവിൻ്റെ എൻട്രി. എന്തായാലും സുഭാഷ് വന്നാലാണ് ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. ഇന്ത്യക്കാർക്കും നേപ്പാളികൾക്കും സെപ്പറേറ്റ് ചാർജസ് ആണ്. പക്ഷെ അവനെടുക്കുന്നത് മൊത്തം നേപ്പാൾ ടിക്കറ്റാണ്. അതുകൊണ്ട് ഇച്ചിരി കുറവായിരിക്കും എല്ലാത്തിൻ്റെയും ചാർജ്. ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ലോക്കൽ ആളിനെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ടിക്കറ്റൊക്കെ അങ്ങനെ കുറയും. പക്ഷേ എൻട്രിയോടെ ചെന്നിട്ട് നമ്മളെ ഭാഷയിൽ ഇംഗ്ലീഷിലൊന്നും സംസാരിക്കരുത്. കയറി കഴിഞ്ഞതിന് ശേഷം വേണം സംസാരിക്കാൻ. Está bueno. Mahindra Cave. Laguna Cave ഒരു ഡിഫറെൻറ്റ് സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേപ്പാളിൽ നമ്മുടെ ഗുണ കേവിൻ്റെ അകത്തേക്ക് കയറാം. എൻ്റെ പേര് മഹേന്ദ്ര കേവ്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ വെട്ടമുണ്ടോയെന്നൊന്നും അറിയില്ല. സുഭാഷേ അങ്ങനെ എന്നെ വിളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ്. കേവാണ് പോരാത്തതിന് നമ്മളിപ്പോൾ സുഭാഷും ഉണ്ട്. അതല്ല വരാൻ ഗൈസ്, ഇത് കേവാണ്. ഒപ്പം നമ്മളിപ്പോൾ സുഭാഷും ഉണ്ട്. എന്താണെന്ന് അറിയില്ല. സുഭാഷേ this is rock. This one. Bro, super. Cool. ബ്രോ ഇവിടെയൊക്കെ മറ്റേ ഐസ് പോലെ ഇരിക്കണേ ഈ സാധനമൊക്കെ. ഐസൊന്നല്ല പക്ഷെ എന്നാലും ഐസ് പോലെ ഇരിക്കണേ. ഇവിടെ നിന്ന് വെള്ളമൊക്കെ വീഴുന്നുണ്ട്. ആര് പറഞ്ഞു? ഇതിൻ്റെ അകത്ത് അടിപൊളിയാണ്. രണ്ടുമൂന്ന് വഴിയൊക്കെ ഉണ്ട്. ഇത് എങ്ങടൊക്കെ പോകേണ്ടതെന്ന് അറിയില്ല. ആ ലൈറ്റുള്ള വഴിക്ക് പോകാം. സുഭാഷേ കോൾ സുഭാഷ്. സുഭാഷേ ഗൈസ്, അങ്ങനെ നമ്മൾ കേവിൻ്റെ അകത്തെത്തി. കേവിൻ പൊളിയാണ് കേട്ടോ.
അടിപൊളി. ഇതൊക്കെ നോക്കിയ ഗൈസ് തൊട്ടേന് ഇടിഞ്ഞോഞ്ഞ് വീഴണോ. ഇതിൻ്റെ അകത്തൊക്കെ മൊത്തം ഐസ് വന്നിരിക്കണ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഐസല്ല എന്നാലും ഐസ് വന്നിരിക്കണമല്ല, നിറച്ചും വാട്ടറൊക്കെയാണ്. ഇതിൻ്റെ അകത്തോട്ടും ചില കുഴികളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ സുഭാഷിനെ വിളിക്കേണ്ടി വരും. വാ വാടാ. ബാംഗ്ലൂരിൽ നിന്നൊരു ടീമിനെ കണ്ടു. നമ്മുടെ അയൽക്കാർ അങ്ങനെ പറയാം. ഗൈസ് അവിടെ പോയി അവസാനം ഒരു അമ്പലത്തിലെത്തിയത്. അപ്പോൾ നമുക്ക് തിരിച്ച് നടക്കാം. ഇതത്ര വലിയ ഗുഹയൊന്നല്ല, എന്നാലും അടിപൊളിയാണ്. ഗൈസ് ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഇത് ജസ്റ്റ് ഒരു കേവ്. പക്ഷെ കേവ് കൊള്ളാം, ടെമ്പിളാണിത്, വേറെ ഒന്നുമില്ല ഇവിടെ. അവൻ പറഞ്ഞത് അടിപൊളി ഈ കേവാന്നൊക്കെ പറഞ്ഞേ. കേവ് അടിപൊളിയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ വീട്ടിൽ നിന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ CBSE പിള്ളേരായിട്ട് കൂട്ടുകൂടുന്നത് സ്റ്റേറ്റ് സിലബസ്. സുഭാഷ് ഷാദിഗോ സുഭാഷേ സുഭാഷേ. അപ്പോൾ അവിടെ അത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഇതൊരു ടെമ്പിളാണ്, വേറെ ഒന്നുമില്ല അവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയൊരു ഹോട്ടലാണിത്. ഇവിടെ കയറി ഇപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 കിളിക്കൂടുണ്ട്. ഇതിലൊന്നുമില്ല, ഇതിലുണ്ട്. ഇപ്പോൾ ഒരു കിളി പോയി, അടുത്ത കിളി ഇപ്പോൾ പോവും. കാണും 2 കിളി. അതിൻ്റെ അകത്ത് കുഞ്ഞുണ്ട്. നേരത്തെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിളി വന്നപ്പോൾ മറ്റേ കിളി പോയി. ഡ്യൂട്ടി പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് കുഞ്ഞുമുണ്ട്. 2-3 ഉണ്ടെന്ന് തോന്നുന്നത്. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ്. നമ്മളോട് തന്നെ നോർമലി ചോറും കറി എന്ന് പറയില്ലേ, അതേപോലത്തെ ഇവിടുത്തെ താളാണിത്. ഇപ്പോൾ ചിക്കൻ ഉണ്ട്, ഇത് ഡാലെന്നുള്ളത് ഡാല്, ഇത് കോളിഫ്ലവർ, അങ്ങനെയുള്ള ഐറ്റംസാണ്. നമ്മുടെ ചിറ്റവാങ്ങിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഏതാ സ്ഥലമെന്ന് അറിയില്ല. ഇവിടെ നിർത്തി. ഇവിടുത്തെ ഷോപ്പാണ് ഈ കാണുന്നത്. ഇപ്പോൾ എന്താ ഫുഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണോ സാധനമാണോ അത് സംഭവം? ഇവിടെ മറ്റേ കുപ്പിയൊന്നും ഇല്ലല്ലോ. സംഭവം നല്ലോണം കുപ്പിയോ? അതെ ഇവിടെ ഉണ്ടോ സാമി? ഇവിടെ ഉണ്ട്, സാമി ഇവിടെ ഉണ്ട്. ഈ വണ്ടികളാണ് നല്ല രസമുണ്ട്. ഏത് കമ്പനി എന്നറിയില്ല, ചൈനീസ് കമ്പനിയാണെന്ന് തോന്നുന്നത്.
നേപ്പാളിലുള്ളൊരു പാടമാണ്. കൃഷിയൊക്കെ ചെയ്യണ അടിപൊളി സ്ഥലം. റോഡിൻ്റെ സൈഡിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. റോഡിൻ്റെ ഒക്കെ അടുത്തുള്ള ചില ഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമങ്ങളാണ് ഇതൊക്കെ. ഗൈസ് അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ ഒരു ഓൾഡ് മോഡൽ പജീറോ ഉണ്ട്. ഡാക്കർ റേസിലൊക്കെ വിന്നറായിട്ടുള്ള ആ പഴയ പജീറോ. അടിപൊളി ഒരു വണ്ടി അവിടെ കിടക്കുന്നതാണ്. വണ്ടിയുണ്ട്, അടിപൊളിയാണ്. ഇവിടെ പൊടി കൂടുതലാറുകൊണ്ട് അടിപൊളിയായിട്ട് നനയ്ക്കുന്ന ഒരു വണ്ടി. ഗൈസ് ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് ചൈന എന്നാണ്. എല്ലാം ചൈനീസ് വണ്ടികളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചൈനയിലാണ് പല കാര്യങ്ങളും എഴുതിയേക്കുന്നത്. ഒരു വണ്ടിയിൽ കണ്ടിരുന്നു ചൈനീസ് കമ്മ്യൂണിക്കേഷൻ കൺസ്ട്രക്ഷൻ എന്നൊക്കെ. ചിലപ്പോൾ ഇവിടുത്തെ റോഡെല്ലാം പണിയണത് ചൈന ആയിരിക്കും കോൺട്രാക്ട് എടുത്താണ്. അവരുടെ വണ്ടികളാണ് ഇവിടെ കൂടുതൽ കൺസ്ട്രക്ഷനൊക്കെ കിടക്കുന്നത്. ഗൈസ് അവിടെ ഒരു വീട് കണ്ട്, ഒരു മലയാള മേളിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, സൂപ്പറായിട്ടുണ്ട്. അതൊക്കെ താമസിക്കാൻ അടിപൊളിയായിരിക്കും. ചൈനീസിൻ്റെ വണ്ടി തന്നെയാണ് ഇത്. ഇവിടെ മൊത്തം നനയ്ക്കാനുള്ള കോൺട്രാക്റ്റ് അവരൊക്കെ തന്നെയാണ് തോന്നുന്നത്. അതൊക്കെ വണ്ടിയും കഴുകി തരും ഇതേപോലെ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വഴികൾ. എപ്പോഴാണ് ഇതൊക്കെ പറയണം, ഇതും പിന്നെ വിശ്വസിക്കുക. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പിടിയണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വഴികളാണ്. പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാർ അത്യാവശ്യം നല്ല രീതിയിൽ മര്യാദക്ക് മാനേഴ്സോടുകൂടി ഓടിക്കുന്നുണ്ട്. വേറെ ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കാണ്ടും അലമ്പില്ലാണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നമുക്കും സമാധാനത്തോടെ വണ്ടിയിലിരിക്കുക. ചില സ്ഥലത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യ, യു പിയും ബീഹാറൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് കയറാൻ നോക്കും. പക്ഷേ ഇവിടുത്തെ ഡ്രൈവർമാർ കുറച്ചുകൂടി മാനേഴ്സ് ഉള്ളവരാണ്. ഗൈസ് ഞങ്ങൾ വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് റോഡിൽ. പക്ഷേ ഇവിടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാൻ, നല്ല അടിപൊളിയാണ്. ഇവിടെ റിവർ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചുറ്റും വെള്ളാരങ്കല്ലും അങ്ങനത്തെ കല്ലുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ കാണുന്നത്. മഴക്കുള്ള കോളുണ്ട്. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അടിപൊളി കോളികളുണ്ട്, കുഴപ്പമില്ല. ഇത് അടിപൊളി ഒരു പ്ലേസാണ്. വഴിയൊക്കെ വേറെ ലെവല്, നോക്കിപ്പോയില്ലെങ്കിൽ താഴത്തോട്ട് പോകും. അടിപൊളി ഒരു മഴക്കാരൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചിരി കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു ഏരിയയാണിത്. കാരണം വണ്ടികളൊക്കെ ചിരിപ്പഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ സൈഡൊക്കെ കുറവാണ്. പക്ഷെ കൊള്ളാം. വഴിന്ന് ഒരാളെ കണ്ടു, ക്യാൻ യു ക്ലോസ് ഗ്ലാസ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. हर पल तेरी याद मुझे तड़पाएगी, मैं जागूंगा नींद तुझे न आएगी, छोड़ के जो तुम इस हालत में जाओ, कहता हूँ बन बहुत पछताओगे, परदेसी मेरे यारा वादा निभाना, मुझे याद रखना कहीं भूल ना जाना, परदेसी परदेसी जाना नहीं। तुम्हारा नाम क्या है? सुदीप गंधर्वन. सुदीप गंधर्वन. सुदीप गंधर्वन. Yeah. Oh, गंधर्वन ആണ് ഗായ്സ്. ഞങ്ങൾക്ക് റോട്ടിൽ നിന്ന് കിട്ടിയത്.
मेरे सपनों में है मेरे सपनों में नाराजी मुझे लगता है कि बातें दिल की लफ्जों की धोखेबाजी तुम साथ हो या ना हो क्या फर्क है बेदर्द की जिंदगी बेदर्द है अगर तुम साथ हो बन्नो रे बन्नो मेरी चले ससुराल को आँखियों में पानी दे गई दुआ में मिट्टी गूंजदानी ले गई मेरे सामने वाली खिड़की में एक चांद का टुकड़ा रहता है अफसोस है कि वो हमसे कुछ उकड़ा रहता है मेरे बंदूक दुई नाले बंदूक मेरे गलाई मैले ताकेको होइन मायालाई डाकेको रेशम पिरिरी Sometime Pokhara, sometime Naranghat, sometime രണ്ട് ടൈപ്പ് ഹോളി ഉണ്ട്. പഹാടി ഹോളി ഉണ്ട്, പിന്നെന്താ പറഞ്ഞ തറാവി ഹോളി ഉണ്ട്. പഹാടി ഹോളി എന്ന് പറഞ്ഞാൽ മറ്റേ പഹാടിലുള്ള ഹോളിക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് നാട്ടിൻപുറത്തെ ഹോളി. അപ്പോൾ ഇത് ഇവിടെയാണത് നടക്കുന്നത്. ജസ്റ്റ് പോണ വഴിക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ്. കളർഫുൾ ബോയ് നാട്ടിൻപുറത്തുള്ളൊരു ഹോളിയാന്ന് തോന്നുന്നു. മറ്റേത് കറക്റ്റ് എന്താ ടൂറിസ്റ്റുകളൊക്കെ വന്ന സ്ഥലമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നാട് വെച്ച സ്ഥലമാണ്. പുറഞ്ചം മഴയാണ് ഗായ്സ്. ഇവിടെയൊക്കെ ആകെ സീനാണ് ഗായ്സ്. നിങ്ങളിത് കണ്ടോ? എന്താണെന്നറിയില്ല, നേപ്പാൾ എന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആകർഷിക്കണം. ഇവിടുത്തെ ആൾക്കാരാണോ, ഇവിടുത്തെ ക്ലൈമറ്റ് ആണോ, ഇവിടുത്തെ മലകളാണോ ഒന്നും അറിയാൻ പാടില്ല. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ട് എൻ്റെ കണ്ണ് ചെറുതാറുണ്ട് എല്ലാവരും എന്നെ നേപ്പാളി എന്ന് പറഞ്ഞ് വിളിക്കണേ. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ വന്നതിൻ്റെ ഒരു ഡ്രീമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നത്. ഇങ്ങനെയൊന്നും വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ലായിരുന്നു. അപ്പോൾ എന്തോ ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നാലോ എന്നൊക്കെയുള്ളൊരു ആലോചന ഇങ്ങനെ തന്നെ. പിന്നെ എന്തോ ഭയങ്കരമായിട്ട് നേപ്പാൾ അട്രാക്ട് ചെയ്യുന്നു.